വഖഫ് നിയമ ഭേദഗതി ബില്ല് പാർലമെൻറ്റിൽ പാസ്സാകുന്നതോടെ മുനമ്പം ഭൂമി വിഷയത്തിൽ ശാശ്വതമായ ഒരു പരിഹാരമുണ്ടാകും എന്നാണ് വഖഫ് നിയമ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ന്യൂനപക്ഷക്ഷേമ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട കിരൺ റിജിജു പാർലമെൻറ്റിൽ പറഞ്ഞത്. എന്നാൽ അദ്ദേഹം മുനമ്പത്ത് വന്നപ്പോൾ വഖഫ് നിയമ ഭേദഗതി കൊണ്ട് മാത്രം പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നില്ല, മറിച്ച് നിയമപരമായി സുപ്രീം കോടതി വരെയും ഒരുപക്ഷെ ഈ കാര്യത്തിന് വേണ്ടി പോകേണ്ടി വരും എന്നുള്ള സൂചനയാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. ഈ കാര്യവുമായി ബന്ധപ്പെട്ട് മുനമ്പം ഭൂസംരക്ഷണ സമിതി ആദ്യം മുതലേ എടുത്തിരുന്നൊരു നിലപാടെന്ന് പറയുക, മുനമ്പം ഭൂമി വിഷയത്തിൽ പതിറ്റാണ്ടുകളായി താമസിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ നിന്നും കുടിയിറക്കപ്പെടും എന്നുള്ള ഒരു മുനമ്പത്ത് നിൽക്കുമ്പോഴാണ് ഇപ്രകാരം കേന്ദ്ര ഗവൺമെൻറ് വഖഫ് ബില്ലിൽ അമെൻമെൻറ്റുമായിട്ട് മുമ്പോട്ട് വന്നത്. അതുകൊണ്ട് തന്നെയും ആ ജനങ്ങളുടെ വേദന, കുടിയിറക്ക ഭീഷണി അനുഭവപ്പെടുന്ന ആ ജനങ്ങളെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ് എന്ന് കണ്ട് കത്തോലിക്ക സഭ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുൻപോട്ട് വരികയുണ്ടായി. എന്നാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ച് വഖഫ് ബില്ലിൻ്റെ ചില അനുച്ഛേദങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വത്തവകാശത്തിനും മനുഷ്യാവകാശത്തിനും എതിരായിരുന്നു എന്നുള്ളത് വ്യക്തമാണല്ലോ. പ്രത്യേകിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നമ്പർ 300 A പറയുന്നതനുസരിച്ചുള്ള സ്വത്തവകാശം എന്നുള്ളതിനെ ഹനിക്കുന്ന തരത്തിലുള്ളതായിരുന്നു വഖഫ് നിയമത്തിൻ്റെ 30ാം അനുച്ഛേദം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെയാണ് 52A 40 അനുച്ഛേദങ്ങളും. ഈ നിയമ ഭേദഗതിയിലൂടെ 40ാം അനുച്ഛേദം പൂർണ്ണമായും എടുത്തു മാറ്റിയിട്ടുണ്ടെന്നും അതുപോലെ 52A അമെൻമെൻറ്റ് നടത്തിയിട്ടുണ്ടെന്നും വഖഫ് ബില്ലിൻ്റെ നിയമത്തിൻ്റെ 23ാം അനുച്ഛേദത്തിലും ഭേദഗതികൾ വരുത്തിയിട്ടുണ്ടെന്നുമുള്ള ഏകദേശം 44ഓളം ഭേദഗതികളാണ് പറയപ്പെടുന്നത്. അത് ഈ ജനങ്ങൾക്ക് ഈ ഭൂമി സ്വന്തമായി ലഭിക്കാൻ റവന്യൂ അവകാശങ്ങളോടെ, ശാശ്വതമായ പരിഹാരത്തോടെ, ആശങ്കകളില്ലാതെ അവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് കഴിഞ്ഞ 186 ദിവസങ്ങളായി മുനമ്പത്ത് ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴും ആ ആശങ്കകൾക്ക് പൂർണ്ണമായ പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തീർച്ചയായും നിരാശപ്പെടുത്തുന്ന കാര്യമാണ്, ആശങ്കയുളവാക്കുന്ന കാര്യമാണ്, ബുദ്ധിമുട്ടുളവാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയും നിയമപരമായി മുൻപോട്ട് പോകേണ്ടുന്ന ഒരു സാഹചര്യവും നമ്മൾ മുമ്പിൽ കാണുന്നു. ഈ കാര്യത്തിൽ സഭ എന്നും സ്വീകരിച്ചുള്ള നിലപാട് എന്ന് പറയുക ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുകൂലമായോ പ്രതികൂലമായോ അല്ല, മറിച്ച് ഗവൺമെൻറ്റുകൾ ഈ കാര്യത്തിൽ ശാശ്വതമായ പരിഹാരത്തിനു വേണ്ടി നിയമം അമെൻഡ് ചെയ്യണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം, പാർലമെൻറ്റിൽ ഒരു നിയമം പാസ്സാകുന്നതോടെയാണ് അതിന് കോടതികളിൽ ചലഞ്ച് ചെയ്യപ്പെടാനുള്ള അവകാശം പൗരന് ലഭിക്കുന്നത്. അതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതും. അതുകൊണ്ട് തന്നെയും ഈ നിയമ പോരാട്ടവുമായി മുൻപോട്ട് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ ഒരുപക്ഷെ ജനങ്ങളെ ഒത്തിരിയേറെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കാം ഒരുപക്ഷെ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുകൂലമായി ഇത്രയും ദിവസങ്ങളായി മുനമ്പത്ത് വലിയ വിഷമത്തിലും പ്രതിസന്ധിയിലുമായ ജനം സമരമുഖത്തിരിക്കുമ്പോൾ ചില വൈകാരികമായ പ്രതികരണങ്ങളൊക്കെ ഉണ്ടായതും അതുപോലെ തന്നെ ചില രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ അനുകൂലമായ രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടായതുമെന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ ഭൂസംരക്ഷണ സമിതിയുടെ ചെയർമാനും അതുപോലെ കൺവീനറും ഈ സമരങ്ങൾക്ക് വേദിയായിരിക്കുന്ന മുനമ്പത്തെ കത്തോലിക്ക ദേവാലയത്തിൻ്റെ വികാരി ബഹുമാനപ്പെട്ട ആൻ്റണി അച്ഛനുമായി ഞാൻ സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ കോട്ടപ്പുറം രൂപതയുടെ മെത്രാൻ അഭിവന്യ അംബ്രോസ് പിതാവുമായി ഞാൻ സംസാരിച്ചിരുന്നു. അവരെല്ലാവരും പങ്കുവയ്ക്കുന്നത് ഒരേ വികാരമാണ്. കാരണം ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഈ വഖഫ് നിയമ ഭേദഗതികളുണ്ടാകുന്നില്ല, മറിച്ച് നിയമ പോരാട്ടം തുടരേണ്ടി വരുന്നു. എന്നാൽ നിയമ പോരാട്ടത്തിന് വേണ്ട ഭരണപരമായ നിയമപരമായ എല്ലാ സഹകരണവും സഹായവും നൽകുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞിട്ടുണ്ട്. അതിനൊരു 3-4 ആഴ്ചകൾ കൂടി വേണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണ്. പക്ഷേ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിൽ ശാശ്വതമായ ഒരു പരിഹാരമുണ്ടാകുകയും ഈ ജനത്തിൻ്റെ ആവശ്യത്തിന് മേൽ കൃത്യതയോടുകൂടിയുള്ള ഇടപെടലുകൾ ഉണ്ടാകുകയും ചെയ്യണമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിനോടും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനോടും രാഷ്ട്രീയ നേതൃത്വങ്ങളോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.